Hi friends, welcome back to my YouTube channel. This is the Navy actor Manu. So, day 1, episode 1. അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കാണും. രേണുസുതി കളി തുടങ്ങി, തലവേദന പെട്ടെന്ന് വരികയും ചെയ്തു, പെട്ടെന്ന് പോവുകയും ചെയ്തു. അയ്യോ, എന്താണല്ലേ, നോമിനേഷൻസായി. ഇപ്പോൾ നോമിനേഷനിൽ വന്ന കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം പിന്നെ എനിക്കിന്ന് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സംസാരിക്കാനുള്ളത് ഒരേ ഒരു വ്യക്തിനെ കുറിച്ചാണ്. അത് ബിഗ് ബോസിൽ ഇപ്പോൾ ഈ തവണ വന്ന ഒരു പുതിയൊരു കണ്ടസ്റ്റൻ്റ് ഗിസൽ. മോഡലാണ്, ആലപ്പുഴക്കാരിയാണ്. ബട്ട് നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. പുള്ളിക്കാർത്തി ഓൾറെഡി ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണ്. ഓൾറെഡി സീസൺ 9 സൽമാൻ ഖാൻ്റെ ഷോ ആയ ഹിന്ദി ബിഗ് ബോസിൽ ഓൾറെഡി ബിഗ് ബോസിൽ പോയിട്ട് വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എങ്ങനെയാണ് ഒരു മലയാളത്തിലും കൂടെ ചാൻസ് കൊടുത്തത് അതറിയില്ല, അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. പക്ഷേ എന്തൊക്കെയായാലും ശരി, മലയാളി ആയതിൻ്റെ പ്രിഫറൻസ് ആവാം മലയാളത്തിൽ ചാൻസ് കൊടുത്തത്, നോ പ്രോബ്ലം. ബട്ട് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കാം ഹിന്ദി ബിഗ് ബോസിൽ. പക്ഷേ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഗിസൽ. ഒത്തിരി ചിരിപ്പിക്കുകയും ചെയ്തു. ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. ബട്ട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ വസ്ത്രധാരണ. അത് ഇപ്പം ഷാനവാസ് ഇന്ന് നോമിനേഷൻ്റെ ഇടയ്ക്ക് വരെ പറയുകയും ചെയ്തു, വസ്ത്രം ശരിയല്ല, അങ്ങനെയാണിങ്ങനെ. അത് ഓരോരുത്തർക്കുള്ള ചോയ്സ് അല്ലേ ബ്രോ. പിന്നെന്താ പറയുക എന്ന് പറഞ്ഞാൽ മോഡൽ. പിന്നെ പുള്ളിക്കാരത്തി ഒരു മോഡലായതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വസ്ത്രം. ബട്ടാ മലയാളത്തിൽ ഇത്രയും ആൾക്കാർ കാണുന്ന ഷോസ് ആയതുകൊണ്ട് ഒരു ഇച്ചിരി അൺഅക്സെപ്റ്റഡ്. അത് സത്യം തന്നെയാണ്, ഒരു ഇച്ചിരി അൺഅക്സെപ്റ്റഡ് ആണ് ഇങ്ങനത്തെ ഒരു വസ്ത്രധാരണം. കാരണം പ്രത്യേകിച്ച് ഇന്ന് ഇത്രയും സ്ഥലത്ത് ഇത്രയും പേര് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ, അത് വാഷ്റൂം ആയിക്കോട്ടെ എവിടെയോ ആയിക്കോട്ടെ, നമ്മളെ പേഴ്സണൽ ഡ്രസ്സ് കഴിഞ്ഞ സീസണിലും ഇങ്ങനെ ഒരു അടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ ഷഡ്ഡി കേസ് പിന്നെയും ഉയർന്നു. അതും ഇത്തവണ പൊങ്ങിയതാരക്കുള്ള ഗിസലിൻ്റെ. അത് ലാസ്റ്റ് ഷാരിക്കൊക്കെ വന്ന് ഇടപെട്ട്, ഷാരിക്ക അമ്മ ഹോട്ട് സീറ്റർ സാരിക്ക വന്ന് ഇടപെട്ടു. അങ്ങനെ പല തരത്തിലുള്ള അടിപിടിയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അടുത്തത് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ രേണുസുധിയുടെ പുതിയ അടവ് തന്ത്രങ്ങളാണ്. എങ്ങനെ പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചൊറിയൻ അനീഷും നല്ല രീതിയിലുള്ള ഒരു ഗെയിം പ്ലാനിങ് അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എവിടെയോ പുള്ളി മനസ്സിലാക്കുന്നില്ല, പുള്ളിക്കിട്ടുള്ള ആപ്പ് എവിടുന്നോ ഒന്ന് വരുന്നുണ്ട്. അത് കോമണായിട്ട് വന്നതിൻ്റെ ഒരു ഇതും ആവാം, അങ്ങനെയാവാം. പിന്നെ പറയേണ്ട കണ്ടസ്റ്റൻറ്റ് ഇച്ചിരി ഒന്ന് ഒതുങ്ങിക്കൂടി നിൽക്കുന്നതാണത് ഡബിൾ ഡ്രാമയായിട്ട് തോന്നിയത് ഇച്ചിരി അനുമോളാണ്. അനുമോൾ ഇതേണത് ഇന്നും അയ്യോ പാവം കളിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. എന്തായാലും ഇവർ കാണിക്കുന്ന ഈ പരിപാടികൾ പക്ഷെ അധികം നാൾ ഓടത്തില്ല. എന്താന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ചീട്ട് കീറും മക്കളെ, ചീട്ട് കീറും. സോ ദയവേത് കളിക്കുന്ന കൊള്ളം നന്നായിട്ട് കളിക്കുക. കാരണം എപ്പം വേണേൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ വരും. അപ്പം പുറത്തുനിന്ന് ഇനിയും ആൾക്കാർ വരേണ്ടതാണ്. ഓക്കെ, സോ ജാഗ്രത, ഏഴിൻ്റെ പണി. സോ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. സോ ഇനി നാളത്തെ എപ്പിസോഡ് നമുക്ക് നാളെ കണ്ടിട്ട് നാളെ അതിൻ്റെ കുറച്ച് റിവ്യൂവും കാര്യങ്ങളും തരാം. ബട്ട് ഗിസലിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ ഇനി മുന്നോട്ട് കൊണ്ടുവന്ന് വരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് കാണാം ആരാത് സ്ട്രോങ് കണ്ടസ്റ്റൻറ്റും കാര്യങ്ങളും. ഓക്കെ, സോ ഐ എം ലിവിങ് ദിസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.